കിച്ചൺ സാഗാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇപ്പം മാംഗോ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ് റെസിപ്പിയാണിത്. നല്ല പഴുത്ത മാംഗോ വേണം ഇതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുഡിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗാർ അഗാർ വേണം. ഇതൊരു 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. നമുക്ക് 5 ഗ്രാമാണ് വേണ്ടത്, അതായത് അതിൻ്റെ പകുതി ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. ചൈന ഗ്രാസ് കിട്ടാനില്ലെങ്കിൽ ജെലാറ്റിൻ പൗഡർ യൂസ് ചെയ്താൽ മതി. 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ പൗഡർ യൂസ് ചെയ്താൽ മതിയായിരിക്കും. സെയിം പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെക്കാം. ഇനി വേണ്ടത് ഇതുപോലെ മീഡിയം സൈസുള്ള 3 മാംഗോസ് നന്നായിട്ട് പ്യൂരി ചെയ്തെടുത്തതാണ്. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അൽഫോൻസോ മാംഗോ ആണ്. നല്ല പഴുത്ത നല്ല മധുരമുള്ള അൽഫോൻസോ മാംഗോ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഏറ്റവും ടേസ്റ്റി പുഡിങ്ങിന്. അൽഫോൻസോ മാംഗോ ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാംഗോ യൂസ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന മാംഗോയുടെ ആ ഒരു ടേസ്റ്റ് അതേപോലെ നമ്മുടെ പുഡിങ്ങിന് കിട്ടും. വേറെ എസൻസ് ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു സോസ് പാൻ വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ടോൺഡ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മുടെ മാംഗോയുടെ മധുരം അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മാംഗോയ്ക്ക് നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് 6 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. പാലിപ്പോൾ ഏകദേശം തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ നമ്മളിതിനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഈ ചൈന ഗ്രാസ് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് അലിയിച്ചെടുക്കണം. കുറച്ച് സമയം പിടിക്കും, ഒരു 10-15 മിനിറ്റോളം പിടിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ പാലും നന്നായിട്ട് കുറുകിയിട്ടൊരു കണ്ടൻസ് മിൽക്ക് പോലെ ആയി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ ചൈന ഗ്രാസ് മുഴുവൻ ഇത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി തീ നിർത്താം. ഇനി ഒരു 2-3 മിനിറ്റിനെ തണുക്കാൻ വിടുക. ഒരുപാട് അങ്ങ് തണുക്കണ്ട. ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ ചൈന ഗ്രാസ് ഇതിരുന്ന് തന്നെ സെറ്റായി പോകും. ചെറിയ ചൂടോടുകൂടി വേണം നമ്മൾ ഇതിനെ മാംഗോ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് വിടുക. പാല് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു വിസ്കി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. ഇപ്പോൾ എല്ലാം ചേർന്ന് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കപ്പിലാണ് ഞാൻ പുഡിംഗ് ഒഴിക്കാനായിട്ട് പോകുന്നത്. ഇതുപോലത്തെ മോൾഡ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പുള്ള ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാം. ചെറിയ ഗ്ലാസ്സിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്തിനകത്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ഉണ്ടാക്കിയ അളവ് ഈ ഒരു 4 കപ്പിലേക്ക് കറക്റ്റാണ്. മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഫ്രിഡ്ജിൽ ഒരു 1-1.5 മണിക്കൂർ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തണുത്ത് കിട്ടും. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ചാൽ മതിയായിരിക്കും. ഈ പുഡിങ് ഏറ്റവും നല്ലത് നമ്മൾ ഫ്രഷായിട്ട് കഴിക്കുന്നതാണ്. ഒരു 1-1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് അന്ന് തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. പിറ്റേ ദിവസം വെച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും രുചി അന്ന് തന്നെ നമ്മളിതിനെ കഴിക്കുന്നതായിരിക്കും. നമ്മൾ മാംഗോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ട് ചില്ലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാംഗോ ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ഇതൊരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. താങ്ക് യു സോ മച്ച്.